ഗായത്രി ബാബുവിന്റെ വിമർശനത്തിന് പിന്നാലെ തിരുവനന്തപുരം മുൻ മേയർ ആര്യ രാജേന്ദ്രനെതിരെ ഒളിയമ്പുമായി വി.കെ. പ്രശാന്ത് എം.എൽ.എ. കോർപ്പറേഷൻ ഭരണം കൂടുതൽ ചലനാത്മകമാക്കണമായിരുന്നു, ചെറുപ്പക്കാർക്ക് ഉയർന്നുവരാനുള്ള ഇടപെടൽ നടത്തണമായിരുന്നുവെന്നും വി.കെ. പ്രശാന്ത്. എന്നാൽ ആര്യ രാജേന്ദ്രനെതിരായ വിമർശനങ്ങൾ തള്ളി മന്ത്രി വി. ശിവൻകുട്ടിയും സിപിഐഎം ജില്ലാ സെക്രട്ടറി വി. ജോയും രംഗത്തെത്തി. മേയർ ആര്യ രാജേന്ദ്രൻ പാർട്ടിക്ക് വിധേയമായി കൊണ്ട് തന്നെയാണ് പ്രവർത്തനങ്ങൾ ആകാത്തരം നടത്തിയിട്ടുള്ളത്. ആര്യയുടെ പ്രവർത്തനത്തെ സംബന്ധിച്ചിടത്തോളം പാർട്ടിക്ക് ഒരു പരാതി ലഭിച്ചിട്ടില്ല. അതെല്ലാം വെറും പ്രചരണം മാത്രമാണ്. ഞാൻ പറഞ്ഞില്ല, അത്തരം പ്രചരണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ ഒന്നും അവർക്ക് പറ്റുന്ന ഘടകങ്ങളിൽ ഇങ്ങനെ ചില വിമർശനങ്ങൾ അവർ ഉന്നയിച്ചിരുന്നെങ്കിൽ അത് പരിശോധിക്കുമായിരുന്നു. പക്ഷെ അപ്പോഴൊന്നും അവരത് ഘടകങ്ങളിൽ ആ പ്രശ്നങ്ങളൊന്നും ഉന്നയിക്കപ്പെട്ടിട്ടില്ല. അതിൽ വസ്തുതകളില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. ഇവിടെ പരാജയപ്പെട്ടതിൻ്റെ ഉത്തരവാദിത്വം മേയറുടെ തലയിലേക്ക് വയ്ക്കാൻ പാർട്ടി തയ്യാറല്ല. ഞങ്ങളും അങ്ങനെയല്ല അത് വിലയിരുത്തിയിരിക്കുന്നത്. പക്ഷേ ഒരു പറഞ്ഞ കണക്ക് ചില ഫാക്ടറുകൾ ചില ഭാഗങ്ങളിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ആദ്യം ചർച്ച ചെയ്യുന്നത് എപ്പോഴാണ്? തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടങ്ങളിലാണ്. വികസന കാര്യങ്ങൾ പോലും ചർച്ച ചെയ്യുന്നത് തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടങ്ങളാണ്. പിന്നീട് ഇത് മാറി വ്യക്തിപരമായും ഒക്കെയുള്ള പല കാര്യങ്ങളിലേക്ക് ചർച്ച മാറുകയാണ്. വിവരങ്ങളുമായി അർജുൻ കല്യാട് നമുക്കൊപ്പം. അർജുൻ കല്യാട്, വി.കെ. പ്രശാന്ത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ മേയർ ബ്രോയായി അറിയപ്പെട്ട ജനകീയനായ മേയറായിരുന്നു. പിന്നീട് അത് വട്ടിയൂർക്കാവിലെ വിജയത്തിലേക്കും പ്രശാന്തിനെ എത്തിച്ചതാണ്. പ്രശാന്ത് പറഞ്ഞ കാര്യങ്ങളിൽ വസ്തുതയുണ്ട് എന്ന് കരുതുന്ന ധാരാളം ആളുകൾ ഗായത്രിയുടെ ഒരു തുടർച്ചയല്ലേ നമ്മൾ പ്രശാന്തിലും കേൾക്കുന്നത്? അതിന് ഇപ്പോൾ ആര്യയെ ന്യായീകരിച്ചുകൊണ്ടുള്ള പ്രതികരണങ്ങൾ അതിനെ മറികടക്കാൻ ഉതകുന്നതാണ്. സുജി, അതിൽ ഏറ്റവും പ്രധാനമായി വി.കെ. പ്രശാന്തിൻ്റെ പ്രതികരണമാണ് നമ്മൾ കാണേണ്ടത്. പ്രശാന്ത് പറയുന്നത് ഈ ഒരു പരാജയത്തിൻ്റെ ഉത്തരവാദിത്വം മേയർ ആര്യ രാജേന്ദ്രനിൽ മാത്രം ഒതുക്കാൻ തയ്യാറല്ല. അത് പറഞ്ഞുകൊണ്ട് പക്ഷേ എന്ന് പറഞ്ഞ് അദ്ദേഹം പറഞ്ഞു തുടങ്ങുന്നത് ഈ പറയുന്ന ഗായത്രി ബാബു പറഞ്ഞതിൻ്റെ മറ്റൊരു വശത്തുള്ള പ്രതികരണമായി നമുക്ക് കാണാവുന്നതാണ്. ചെറുപ്പക്കാരെ ഉയർത്തി കൊണ്ടുവരുന്നതിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ചില പോരായ്മകൾ സംഭവിച്ചു എന്ന് തന്നെയാണ് വി.കെ. പ്രശാന്തിൻ്റെ പ്രതികരണത്തിലൂടെ വ്യക്തമാകുന്നത്. എന്നാൽ അതേസമയം തന്നെ മന്ത്രി വി. ശിവൻകുട്ടിയും അതുപോലെ തന്നെ ജില്ലാ സെക്രട്ടറി വി. ജോയും ഉൾപ്പെടെ വ്യക്തമാക്കുന്നത് പൂർണ്ണമായും ആര്യ രാജേന്ദ്രൻ ഈ പറയുന്ന രീതിയിലുള്ള ഒരു പിന്തുണ നൽകിക്കൊണ്ടുള്ള പ്രതികരണമാണ് ഈ പറയുന്ന രണ്ട് നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. ഏറ്റവും പ്രധാനമായി അവർ നടത്തിയിട്ടുള്ള പ്രതികരണങ്ങളിൽ പറയുന്നത് ഒരു തരത്തിൽ പോലും ഇതിനു മുമ്പ് ഗായത്രി ബാബു ഇത്തരമൊരു കാര്യം പാർട്ടി നേതാക്കളുടെ മുന്നിലോ അല്ലെങ്കിൽ പാർട്ടി നേതൃത്വത്തിന് മുന്നിലോ അറിയിച്ചിട്ടില്ല, അല്ലെങ്കിൽ തൻ്റെ ഘടകത്തിൽ ഇത്തരമൊരു വിമർശനം ഗായത്രി ബാബു ഉന്നയിച്ചിട്ടില്ല എന്നുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം നേതാക്കളെല്ലാം തന്നെ പറയുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ നടത്തിയിട്ടുള്ള ഗായത്രി ബാബുവിൻ്റെ ആ പ്രതികരണം അവസരത്തിലുള്ള ഒരു പ്രതികരണമാണ് എന്നുള്ളതാണ് നേതാക്കൾ സൂചിപ്പിക്കുന്നത്. ഗായത്രി ബാബുവിനെ പൂർണ്ണമായും തള്ളുന്നു. അതോടൊപ്പം തന്നെ ആര്യ രാജേന്ദ്രന് പരിപൂർണമായിട്ടുള്ള ഒരു പിന്തുണ കൂടി പാർട്ടി നേതാക്കളുടെ ഭാഗത്തുനിന്നും ഉറപ്പുവരുത്തുകയാണ്. സുജിയ. അർജുൻ കല്യാടാണ് വിവരങ്ങൾ നൽകിയത്.